നടുവേദന, കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന എന്നിവയെ വീട്ടിൽ വെച്ച് സുജോക്ക് തെറാപ്പി പ്രകാരം നമുക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കാം. നമ്മുടെ വലത്തെ കൈയിൻ്റെ അതല്ലെങ്കിൽ ഇടത്തെ കൈയിൻ്റെ കൈപ്പത്തിക്ക് പുറകിലായിട്ട് ഇതുപോലെ നടുവിരലിൻ്റെയും മോതിരവിരലിൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഈ ഭാഗമാണ് സുജോക്കിൽ നമ്മുടെ നട്ടിലെ സയാറ്റിക്ക നെർവ് പാസ് ചെയ്യുന്ന ആ ഒരു ഭാഗം ആയിട്ട് വരിക. അങ്ങനെ ആകുമ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലെ പേപ്പർ ടാപ്പിൽ ഗ്രീൻ പീസ് വെച്ചിട്ട് നടുവേദന, പുറം വേദന ഉള്ളവർക്കൊക്കെ, കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന ഒക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഗ്രീൻ പീസ് വെച്ച് ഇതുപോലെ പേപ്പർ ടാപ്പ് വെച്ച് ഒട്ടിക്കാം. ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് ഒട്ടിച്ച് വെക്കുക. അതേപോലെ ഈ സയാറ്റിക്ക നെർവ് പോകുന്നതിൻ്റെ കറസ്പോണ്ടിങ് ഏരിയ വരുന്ന ഈ ഭാഗത്ത് നടുവിരലിൻ്റെ ഉള്ളിലേക്കുള്ള ഈ സൈഡിലായിട്ടും, അതേപോലെ മോതിര വിരലിൻ്റെ റിംഗ് ഫിംഗറിൻ്റെ ഈ സൈഡിലായിട്ട് വരുന്ന ഈ ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഒട്ടിക്കുക. രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഒട്ടിക്കുക. രാവിലെ എടുത്ത് മാറ്റുക. കുറച്ച് ദിവസം 21 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ സയാറ്റിക്ക പെയിൻ അതല്ലെങ്കിൽ വിട്ടുമാറാത്ത ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയും. ചെയ്ത് നോക്കുക, റിസൾട്ട് മനസ്സിലാക്കുക. വലത്തെ കയ്യിൽ ചെയ്യുന്നതാണ് നല്ലത്, ഇടത്തെ കയ്യിലും ചെയ്യാം. പിന്നെ ഒരു ദിവസം ഒട്ടിച്ച ഗ്രീൻ പീസോ ഉലുവയോ നമുക്ക് ബാക്കി ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ ദിവസവും മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഈ ഭാഗത്ത് ഗ്രീൻ പീസും ഈ രണ്ട് സൈഡിലായിട്ട് ഫെനുഗ്രീക്ക് ഉലുവയാണ് ഒട്ടിക്കേണ്ടത്. സുജോക്കിൻ്റെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. 15-21 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ആദ്യത്തെ ദിവസം തന്നെ പെയിൻ കുറവായിട്ട് കാണും. പൂർണ്ണമായിട്ട് മാറുന്നവരെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.